ബിഗ് ബോസിലേക്കുള്ള ഈ വാതിൽ തുറക്കാൻ ആരൊക്കെയുണ്ട്? 40 സാധാരണക്കാർ, 21 ദിവസം. ഈ യുദ്ധം ജയിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണക്കാരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുന്നത്. തീക്കളിയാണ്, എളുപ്പമല്ല. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് അഗ്നി പരീക്ഷയും. ഞങ്ങളും നിങ്ങളും ഇതിൽ നിന്നും തെരഞ്ഞെടുക്കാൻ പോകുന്നത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആളുകളെ ആയിരിക്കും എന്നാണ് മുൻ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അഖിൽ മാരാര്, റിയാസ്, രഞ്ജിനി ഹരിദാസ് എന്നിവർ പുതിയ പ്രോമോയില് പറയുന്നത്. ഇനി ഈ ഷോ കാണാതെ ബിഗ് ബോസ് കാണുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ? ഇത്തവണ തീപ്പൊരി മാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ പാറിക്കും എന്നാണ് പറയുന്നത്. കാല് കൊള്ളാതെ തീയിൽ കൂടി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അഗ്നിപരീക്ഷ തുടങ്ങാനായിട്ട് ഇനി ആകെ 2 ആഴ്ച മാത്രമാണ് ബാക്കി. അതായത് August 14 ഇത് തുടങ്ങുവാണ്. 40 സാധാരണക്കാരുമായിട്ടാണ് ഇത്തവണ ഇവർ എത്തുന്നത്. ചരിത്രമാണ്, ബിഗ് ബോസ് മലയാളത്തെ സംബന്ധിച്ചത് ചരിത്രമാണ്. ഇതിൽ നിന്നും പ്രേക്ഷക പിന്തുണ അനുസരിച്ചായിരിക്കും ശരിക്കുമുള്ള ഷോയിലേക്ക് ഇവരെ മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. ബിഗ് ബോസ് മലയാളത്തെ സംബന്ധിച്ചൊരു വെറൈറ്റി സംഭവമായിരിക്കുമെന്ന് മാത്രമല്ല, ഇത്തവണത്തെ ഷോ ഇതിനു മുമ്പുള്ള എല്ലാ സീസൺസിനെക്കാളിലും ഒരു വലിയ ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം തെലുഗുവില് അഗ്നിപരീക്ഷയുടെ റെസ്പോൺസ് അത്തരത്തിലുള്ളതായിരുന്നു. എന്തായാലും വളരെയധികം ഹൈപ്ഡ് ആണ്. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാനായിട്ട്. കാരണം ഇത് ഈ ഒരു പ്രോമോ തന്നെ നല്ലൊരു തീ പ്രോമോയാണ് ഇവരെടുത്ത് വെച്ചിരിക്കുന്നത്, ഈ 3 മുൻ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട്. അപ്പൊ August 14 മുതൽ തുടങ്ങുകയാണ് അഗ്നിപരീക്ഷ. ആരൊക്കെ എത്തും, എങ്ങനെയുള്ളവരായിരിക്കും, ആര് വീഴും, ആര് വാഴും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. കോമണർ ഫാക്ടർ ഭയങ്കരമായിട്ട് ഇത്തവണ വർക്കൗട്ട് ആവാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കൂടുതൽ ഇത്തവണ അവർക്ക് വർക്കൗട്ട് ആക്കിയേ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ തവണ അത്തരത്തിലായിരുന്നു ബാക്ക്ലാഷ്, അത്തരത്തിൽ ഒരു വിവാദം ഉണ്ടായിട്ടാണ് സീസൺ അവസാനിച്ചത് തന്നെ. അപ്പം ഇത്തവണ കോമണർ ഫാക്ടർ, സാധാരണക്കാരനുമായിട്ടുള്ള ആ ഒരു കണക്ട് കൂട്ടാനായിട്ടാണ് ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അഗ്നിപരീക്ഷയൊക്കെ വെച്ച് ഇതിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് ശരിക്കുമുള്ള ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ. 21 ദിവസത്തെ ഒരു വലിയൊരു പ്രോഗ്രാമാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം, വളരെ ഹൈപ്ഡ് ആണ്. ഈ ഒരു പ്രോമോ കണ്ടതിന് ശേഷം, ഈ പ്രോമോ എന്നല്ല എല്ലാ പ്രോമോയും പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ 40 പേരുടെ പെർഫോമൻസ് കാണാനും ഇതിൽ നിന്നും ആരൊക്കെ സെലക്ട് ആവുമെന്നത് കാണാനായിട്ടുമാണ് കാത്തിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.